ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം. ഇന്നത്തേത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുക്കിങ്ങും അതുപോലെ തന്നെ ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇതാ ഒരു അടിപൊളി ചേമ്പിൻ്റെ താളില്ലേ, അത് കറി വെക്കുന്ന റെസിപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടോക്ക്. ഇന്നിതാ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നില്ല എൻ്റെ കറിവേപ്പില ഇങ്ങനെ ചെറുതിൽ തന്നെ പൂ വിരിഞ്ഞിട്ടുണ്ട്, ഇലയൊന്നും വരുന്നില്ല എന്ന്. അത് എൻ്റെ തൊട്ടടുത്ത അയൽവാസി പറഞ്ഞു കേട്ടോ, അതിൻ്റെ മേലെ ഭാഗം ആ പൂ വിരിഞ്ഞത് കട്ടായി കൊടുത്താൽ അത് നന്നായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പൂ വിരിഞ്ഞ ഭാഗം കട്ടായി കൊടുത്തപ്പോൾ ഇതാ അടിയിൽ നിന്ന് പൊട്ടിത്തേർത്ത് വേറെ തേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 2-3 ചില്ലയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇലയും ഉണ്ടാകുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം ഒന്ന് ആക്കി വെച്ച് ബാക്കിയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്. വീട്ടിലേക്ക് വേണ്ട തന്നെ 1-2 അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ താളില്ലേ, അത് കറി വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, ഇളം തണ്ട്, അപ്പോൾ അത് ഇന്നലെ കട്ടാക്കി കൊണ്ടാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഇതാ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. തോലോടെ കറി വെക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലിതാ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചാലിങ്ങ് പോരും. എന്നിട്ട് അത് ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പരിപ്പാണ് വേണ്ടത് കേട്ടോ. പരിപ്പിലിട്ടിട്ടാണ് ഇന്ന് വെക്കുന്നത്. ഞാനിപ്പോൾ ചുമന്ന പരിപ്പില്ല അതാണ് എടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് വേകുമല്ലോ, കുടുക്കയിൽ തന്നെ വെക്കാം, കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ സമയം കൊണ്ട് ഞാനിതാ കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു, അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ തോലും കൂടി ഇങ്ങനെ കട്ടാക്കി കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, നമുക്ക് കഴുകാനുള്ളതും കട്ടാക്കാനുള്ളതും തൊലി കളയാനുള്ളതും ഒക്കെ ഒന്നിച്ചവിടെ ചെയ്ത് വെക്കുക. പിന്നീട് എന്ത് ചെയ്യാം, പിന്നീട് അതൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം കുക്കിങ്ങിലേക്ക് ഇറങ്ങിയാൽ നമുക്കൊരു മടുപ്പ് തോന്നൂല കേട്ടോ കുക്കിംഗ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഒരു കറി ആയി അത് കഴിഞ്ഞിട്ട് അടുത്ത കട്ടാക്കുക, ചതക്കുക, കഴുകുക, അങ്ങനെ ഒരു മടുപ്പ് വരും. എല്ലാ കറിക്കുള്ളതും ഒന്നിച്ച് കട്ടാക്കി എല്ലാം റെഡിയാക്കി കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ട് കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയാൽ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ പച്ചക്കായിലേക്ക് ഒരു 3-4 പച്ചമുളകും ചീന്തി ഇട്ടിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പച്ചക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ പരിപ്പ് ഇതാ പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റേ വേണ്ടുള്ളൂ, ചുമന്ന പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി അതിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കായുപ്പേരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും അതുപോലെ തന്നെ വറ്റൽമുളക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പരിപ്പാണെങ്കിൽ കുറച്ച് വേവ് അധികമാണ്, ഇത് ചുമന്ന ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ടാക്കി വെച്ച താളുണ്ടല്ലോ, അത് കഴുകിയതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട, കാരണം താളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. താളിന് അധികം വേവ് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ വറവിൽ കിടന്ന് തന്നെ ഈ താളും പരിപ്പും ഒക്കെ കൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും. ആ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതാ പപ്പടവും കൂടെ ഒന്ന് ഇതാക്കലാണ്. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാകുമ്പം പപ്പടം വേണം കേട്ടോ. അതായത് താളിച്ചതും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ. അങ്ങനെ ഇതാ പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ, കൊണ്ടാട്ടം, അത് ഒരു 3 പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഞാനിതാ മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ താളും പരിപ്പും ഒക്കെ ഇതാ വെന്ത് നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച തേങ്ങേൻ്റെ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഇട്ടിരുന്നില്ല, ലാസ്റ്റാണ് ഉപ്പിടുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ അതൊന്നും തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. ആ തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ചിട്ട് തിള വന്ന് കഴിഞ്ഞാൽ ഓഫാക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മൾ എന്നും കറി വെക്കുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതാ നമ്മുടെ മീൻ കറിയും കൂടെ ഒന്ന് വെക്കാനുണ്ട്. ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മീൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞ്. ഉലുവ പൊട്ടിയതിൻ്റെ ശേഷം ഞാനിതാ ഒരു 4-5 വെളുത്തുള്ളി ചതക്കിയതും ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം കുരുമുളകാണ് ഇതിലിട്ട് വെക്കുന്നത്. അപ്പോൾ എരിവ് അധികം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു പച്ചമുളകും
ഒരു നുള്ള് മുളക് പൊടി, അതായത് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ഈ എണ്ണയിൽ നിന്നൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ, വാളൻപുളീൻ്റെ ആ വെള്ളവും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ വേറെ ഒഴിച്ചു കൊടുക്കുക. മീനൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മീനും കൂടെ അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് പുറത്ത് പോകണമെന്ന്, കൽപ്പറ്റ പോകണം കേട്ടോ. അതായത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും വന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ സൂപ്പർ മാർക്കറ്റിൽ കയറി. പിന്നെ വീട്ടിലേക്ക് സ്റ്റൂള് വേണം കേട്ടോ. ഇരിക്കാൻ ആരെങ്കിലും വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റൂളുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ട്. വാവിയും ശാലയും കൂടെ കിട്ടിയ സമയം കൊണ്ട് അവിടുന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റൂളൊന്ന് നോക്കിയിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. എന്നാലും ആ തിരക്കിനിടയിൽ കുറച്ച് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ പുട്ടുപൊടിക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇവിടെ അജ്മീൻ്റെ പുട്ടുപൊടിക്കൊക്കെ നല്ല ഓഫറുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ പുട്ടുപൊടിയും വാങ്ങി. പിന്നെ എനിക്ക് ചീസും ബട്ടറൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇതാ ബക്കറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ആ ബക്കറ്റും കൂടെ ഒന്ന് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇതാ ബില്ലാക്കി. പിന്നെ ഇനി തിരിച്ച് വരുമ്പോൾ ബസ്സിന് സ്റ്റൂളും ബക്കറ്റൊക്കെ കൊണ്ട് ബസ്സിനാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ തിരിച്ച് ബസ്സിന് വരുത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏട്ടനെ വിളിച്ചപ്പോൾ അച്ചുകാൻ്റെ ബ്രദർ കേട്ടോ. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് പനമരത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാറിലാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ വാങ്ങിയ സ്റ്റൂള്. 2 വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ ബക്കറ്റ് ഇതാണ് കേട്ടോ. 50 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.